നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നോട്ട്സ് തന്നിട്ട് അതിന്റെ വിശദീകരണമായാണ് ഈ വീഡിയോ ക്ലാസ്സുകൾ പുരോഗമിക്കാറുള്ളത്. നോട്ട്സ് വ്യക്തമായി കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ക്വാളിറ്റി 1080 പിക്സലിൽ സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. മിക്കവരും ഫോണിലായിരിക്കും യൂട്യൂബ് ഓപ്പൺ ആക്കുന്നതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ വലതുവശത്ത് മുകൾ ഭാഗത്ത് 3 ഡോട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ടച്ച് ചെയ്താൽ വീഡിയോ ക്വാളിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഓട്ടോ ക്വാളിറ്റി കുറവായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. 360 പിക്സലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നോട്ട്സ് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് അത് 1080 പിക്സലിലാക്കി കഴിഞ്ഞാൽ വ്യക്തമായി കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഫ്ലൂയിഡ്സ് എന്ന 10ാം അധ്യായത്തിന്റെ 3ാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ബെർണോളിസ് പ്രിൻസിപ്പിൾ ചർച്ച ചെയ്തിരുന്നു. ക്ലാസ്സുകൾ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൂയിഡ്സിന്റെ സ്ട്രീം ലൈൻ ഫ്ലോ പരിഗണിക്കുമ്പോൾ ഫ്രിക്ഷൻ അനുഭവപ്പെടാതെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ്, അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. സ്റ്റേറ്റ്മെന്റ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് the streamline flow of a fluid, the total energy of a small amount of fluid flowing without any friction remains constant throughout its flow. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പ്രഷർ എനർജി P, പൊട്ടൻഷ്യൽ എനർജി h ഹൈറ്റിലാണ് ദ്രാവകത്തിന്റെ സ്ഥാനം കണക്കാക്കുന്നതെങ്കിൽ, ദ്രാവകത്തിന്റെ ഡെൻസിറ്റി ρ ആണെങ്കിൽ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി h ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ρgh ആയിരിക്കും. കൈനറ്റിക് എനർജി നമുക്കറിയാം ½ ആണ്. മാസ് പെർ യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി ρ എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ കൈനറ്റിക് എനർജി ½ρv² എന്ന് എടുക്കാവുന്നതാണ്. So, total energy of fluid flow is a constant. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇന്ന് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷനുകളാണ് വ്യക്തമാക്കാനുള്ളത്. ഓൾറൈറ്റ്, ബെർണോളിസ് തിയറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് വെഞ്ചുറിമീറ്റർ. സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ അളക്കുന്നതിനുള്ള ഉപകരണമാണ് വെഞ്ചുറിമീറ്റർ. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വ്യത്യാസമുള്ള ഒരു കുഴലാണ് കാണിച്ചിരിക്കുന്നത്. കുഴലിന്റെ 2 ഭാഗങ്ങളിലെ ഏരിയകൾ ശ്രദ്ധിക്കുക. ദ്രാവകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എ എന്ന പോർഷനിലെ ഏരിയ A1 എന്നിരിക്കട്ടെ, വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് V1 എന്നിരിക്കട്ടെ. ബി എന്ന പോർഷനിലെ ഏരിയ കുറവാണ്, അത് A2 ആണ്. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ V2 ആണ്. നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറിയാവുന്നതാണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് എന്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, ദ്രാവകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫോർ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇങ്ങനെ കണക്കാക്കാവുന്നതാണ്. P1 പ്ലസ് ½ρv1² പ്ലസ് ρgh1 ഈക്വൽ ടു P2 പ്ലസ് ½ρv2² പ്ലസ് ρgh2. ദ്രാവകം ഒഴുകുകയാണെങ്കിൽ ρgh1 എന്നുള്ളത് ρgh2. അതായത് പൊട്ടൻഷ്യൽ എനർജി രണ്ടിടത്തെയും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും മാത്രം എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ ഭാഗത്തെ വെലോസിറ്റി V2 ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാനാവും. അതിന്റെ എക്സ്പ്രഷൻ V2 ഈക്വൽ ടു A1V1/A2 ആയിരിക്കും. P1 മൈനസ് P2 ആദ്യം എഴുതിയ ഇക്വേഷനിൽ നിന്ന് എഴുതാവുന്നതാണ്. അതിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്.
ഹാഫ് റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ എന്നുള്ളതാണ്. v2ന്റെ എക്സ്പ്രഷനായ a1 v1 ബൈ a2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് p1 മൈനസ് p2 എന്നത് ഹാഫ് റോ ഇൻറ്റു a1 v1 ഡിവൈഡഡ് ബൈ a2 ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ എന്ന് കിട്ടുന്നതായിരിക്കും. ഇവിടെ പ്രഷർ എനർജി എന്താണ്? p1 മൈനസ് p2 ഈക്വൽ ടു h റോ ജി എന്നുള്ളതാണ് പ്രഷർ എനർജി. h എന്താണെന്ന് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ദ്രാവകത്തിന്റെ നിരപ്പാണ്, റോ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നേരത്തെ എഴുതിയ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. h റോ ജി ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു a1 സ്ക്വയർ v1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. RHS രണ്ട് ടേംസിലും ഹാഫ് റോ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് അത് പുറത്തെടുത്തത്. ഇനി RHS v1 സ്ക്വയറും കോമൺ ആണ്, അതും പുറത്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ h റോ ജി ഈക്വൽ ടു ഹാഫ് റോ v1 സ്ക്വയർ ഇൻറ്റു a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് 1 എന്നായിരിക്കും. റോ LHS RHS കോമൺ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ വരിക 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2hg ഈക്വൽ ടു v1 സ്ക്വയർ ഇൻറ്റു a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ മൈനസ് 1 എന്നായിരിക്കും. ഇതിൽ നിന്നും v1 സ്ക്വയറിന്റെ എക്സ്പ്രഷൻ ഇപ്രകാരം കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 2hg ഡിവൈഡഡ് ബൈ a1 ബൈ a2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഇവിടെ a എന്ന പോർഷനിലെ ദ്രാവകത്തിന്റെ വെലോസിറ്റിയാണ് v1 എന്ന് നമ്മൾ ചെയ്തത്. ഇതുപോലെ തന്നെ b എന്ന പോർഷനിലെ ദ്രാവകത്തിന്റെ വെലോസിറ്റി v2 ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ കണക്കാക്കാനായിട്ട് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ക്ലിയർ? ഇനി നമുക്ക് അറ്റോമൈസറിന്റെയും സ്പ്രെയറിന്റെയും പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു എയർ പമ്പിൽ കൂടി എയർ പുറത്തേക്ക് തള്ളുമ്പോൾ കാപ്പിലറി ട്യൂബിന്റെ മുകൾ വശത്തുള്ള വായുവിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, കാരണം അവിടെ ഏരിയ കുറവാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം കാപ്പിലറി ട്യൂബിന്റെ ഓപ്പണിംഗ് ഉള്ള ഭാഗത്തെ വായുമർദ്ദം ബോട്ടിലിനകത്തെ വായുമർദ്ദത്തേക്കാൾ കുറവായിരിക്കും. അക്കാരണത്താൽ ദ്രാവകം മുകളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും പുറത്തേക്ക് പോകുന്ന വായുവിനോടൊപ്പം സ്പ്രേ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അറ്റോമൈസറിന്റെയും സ്പ്രെയറിന്റെയും പ്രവർത്തനം. രണ്ടും ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷനാണ്. വെൻ എയർ ഈസ് പുഷ്ഡ് ഔട്ട് ത്രൂ ദി നോസിൽ ബൈ ദി എയർ പമ്പ്, എയർ മൂവ്സ് ഫാസ്റ്റർ എബോവ് ദി മൗത്ത് ഓഫ് ദി കാപ്പിലറി ട്യൂബ്. ഇവിടെ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം ബ്ലഡ് ഫ്ലോയും ഹാർട്ട് അറ്റാക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. ഏരിയ കുറയുമ്പോൾ സ്പീഡ് ഓഫ് ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ ധമനികൾക്കുള്ളിലെ പ്രഷർ കുറയും. ചെറിയ ദ്വാരത്തിൽ കൂടി രക്തം ഇരച്ചു കയറുമ്പോൾ അകത്തെ പ്രഷർ പിന്നെയും കുറയും. അങ്ങനെ തുടർച്ചയായി പ്രഷർ കുറയുന്നതിനനുസരിച്ച് കൊളാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കാരണം ഹൃദയസ്തംഭനം സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട് ഇവിടെ. അതുപോലെ ബെർണോളിസ് പ്രിൻസിപ്പിളും ഉണ്ട്. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാവുന്നതാണ്. ഡെമോൺസ്ട്രേഷനിൽ എല്ലാം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് വിമാനങ്ങളുടെ ചിറകുകളുടെ പ്രവർത്തനം. പക്ഷികളോട് രൂപസാമ്യമുള്ള രീതിയിലാണ് വിമാനങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡൈനാമിക് ലിഫ്റ്റ് കാരണമാണ് പക്ഷികൾക്ക് പറക്കാനാവുന്നത്. എന്താണ് ഡൈനാമിക് ലിഫ്റ്റ്? മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് ഡൈനാമിക് ലിഫ്റ്റ് പറക്കുമ്പോൾ. എയർപ്ലെയിൻ വിങ്സിലും ഹൈഡ്രോഫോയിലും ഒക്കെ ഡൈനാമിക് ലിഫ്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. വിമാനം പറക്കുമ്പോൾ വായു വിങ്സിന്റെ മുകളിൽ കൂടി താഴെ ഭാഗത്തുള്ള വായുവിനേക്കാൾ കൂടുതൽ വേഗതയിൽ നീങ്ങുന്നു. വേഗത കൂടിയ മുകൾ ഭാഗത്തെ വായുവിന്റെ പ്രഷർ കുറയുന്നതിന് ഇത് കാരണമാകുന്നു. വേഗത കൂടിയാൽ പ്രഷർ അവിടെ കുറവായിരിക്കും. താഴെ ഭാഗത്ത് അതേസമയം പ്രഷർ കൂടുതലായിരിക്കും. അക്കാരണത്താൽ മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടാവും. പ്രഷറിന്റെ വ്യത്യാസം കാരണമാണ് ഈ ഡൈനാമിക് ലിഫ്റ്റ് ഉണ്ടാവുന്നത്. ഡൈനാമിക് ലിഫ്റ്റ് കാരണം
പറക്കാൻ സാധിക്കും. രണ്ടാമത്തെ ചിത്രത്തിൽ ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് പന്തുകളിയുടെ ഫിസിക്സ് പഠിച്ചാലോ. ഫ്രീ കിക്ക് ഗോളാകുന്നതിന് പന്ത് മുന്നോട്ട് സഞ്ചരിച്ചാൽ മാത്രം പോരാ, അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുക കൂടി വേണം. അതിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. പന്തിന്റെ ഒരു വശത്ത് കാലുകൊണ്ട് നൽകിയ ബലം പന്തിനെ ഒരേ സമയം കറക്കുകയും മുന്നോട്ട് നീക്കുകയും ചെയ്യണം. വായുവിലൂടെ സഞ്ചരിക്കുന്ന പന്തിന്റെ ഒരു വശത്ത് മർദ്ദം കുറവും മറുവശത്ത് മർദ്ദം കൂടുതലുമാണ്. അങ്ങനെ പന്തിന്റെ സഞ്ചാരപാത വളയുന്നു. മർദ്ദവ്യത്യാസം കൊണ്ടുള്ള ഈ തള്ളലിനെയാണ് മാഗ്നസ് ബലം എന്ന് പറയുന്നത്. മാഗ്നസ് ബലം പന്തിനെ ഗോൾ വലയിലേക്ക് കൊണ്ടുപോകുന്നു. കൃത്യതയാർന്ന കിക്കിലൂടെ പന്തിനെ വഴിതിരിച്ച് ഗോൾ പോസ്റ്റിലേക്ക് കയറ്റാനാകും. കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കളിക്കാരൻ നൽകുന്ന ബലമാണ് പന്തിന്റെ ദിശ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നത്. മാഗ്നസ് ഇഫക്റ്റ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 1852 ഗുസ്താവ് മാഗ്നസ് ആണ് മാഗ്നസ് ഫോഴ്സ് കണ്ടെത്തിയത്. ഈ ബലം പന്തിന്റെ വലിപ്പത്തെയും വായുവിന്റെ സാന്ദ്രതയെയും ആശ്രയിച്ചിരിക്കുന്നു. ക്രിക്കറ്റിലും പന്ത് സ്പിൻ ചെയ്യുമ്പോൾ ഇതേ തത്വമാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഫിസിക്സ് പഠിച്ചോ പഠിക്കാതെയോ ഞൊടിയിടയിൽ കിക്ക് ചെയ്യാനുള്ള കഴിവാണ് പന്ത് കളിയുടെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത്. The appearance of a side force on a spinning sphere or a cylinder is called Magnus effect. ഫ്ലൂയിഡ്സിന്റെ സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും എന്താണെന്നുള്ളത് മുൻ ക്ലാസ്സുകളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വെലോസിറ്റി, പ്രഷർ ആൻഡ് അതർ ഫ്ലോ പ്രോപ്പർട്ടീസ് റിമെയിൻ കോൺസ്റ്റന്റ്. അതാണ് സ്ട്രീം ലൈൻ ഫ്ലോയിൽ പറയുന്നത്. സിക്സാക് മോഷൻ ആണ് ടർബുലന്റ് ഫ്ലോ എന്നാൽ. ഓക്കെ, ഇനി നമുക്ക് ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഒരു പാരാമീറ്റർ പരിചയപ്പെടാം. അതാണ് റെയ്നോൾഡ്സ് നമ്പർ. It is the valuable parameter which determines whether the flow is streamline or turbulent. നമ്മൾ വിസ്കോസിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഫ്ലോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിസ്കോസിറ്റി. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഡിപ്പെൻഡ്സ് ഓൺ the viscosity eta. The velocity of flow is inversely proportional to the liquid density rho. Also, the velocity of flow is inversely proportional to the diameter d of the tube along which the fluid is flowing. Okay, Reynolds number is given by the expression Re equal to rho Vd divided by eta. R is called the Reynolds number. അതിനുള്ള എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ നമ്പർ സ്ട്രീം ലൈൻ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1000 ആയിരിക്കും. ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 2000 ആയിരിക്കും. അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ 1000നും 2000നും ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാമിനർ ഫ്ലോ ആണ്. ഇതുപോലെ ലാമിനർ ഫ്ലോ സാധ്യമാണോ എന്ന് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നാം. സാധ്യമാണ്. ഒരു ബലൂണും വെള്ളവും ഉപയോഗിച്ച് ബലൂണിൽ വെള്ളം നിറച്ച് ഇതുപോലുള്ള ലാമിനർ ഫ്ലോ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് വിശദമാക്കുന്ന വീഡിയോയുടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ലിങ്ക് കൊടുത്തിരിക്കാം. അത് ഓപ്പൺ ആക്കി കാണണം. ഫ്ലൂയിഡ്സിന്റെ പാഠം പഠിപ്പിക്കുമ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ അനീസ ടീച്ചറാണ് എനിക്ക് ഈ വീഡിയോ തന്നത്. ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ലാമിനർ ഫ്ലോ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലാമിനർ ഫ്ലോ പറയുമ്പോൾ ഫ്ലൂയിഡ് ട്രാവൽ സ്മൂത്ത്ലി ഓർ ഇൻ റെഗുലർ പാത്സ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. സ്ട്രീം ലൈൻ ഫ്ലോയിലാണെങ്കിൽ
വെലോസിറ്റിയും പ്രഷറും അതുപോലുള്ള ഫ്ലോ പ്രോപ്പർട്ടീസും എല്ലാം കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ അവിടെ ഇറഗുലർ ഫ്ലക്ച്വേഷൻസും മിക്സിങ്ങും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ലാമിനർ ഫ്ലോയെ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്നും വിളിക്കാറുണ്ട്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ കൂടിയുള്ള ലാമിനർ ഫ്ലോ എന്ന് പറയുമ്പോൾ അത് തിൻ ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ലാമിനെ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ലാമിനകളെല്ലാം പരസ്പരം പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഹിയർ ദ ഫ്ലൂയിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഹൊറിസോണ്ടൽ സർഫസ് ഈസ് സ്റ്റാറ്റിക് ബട്ട് ഓൾ അതർ ലെയേഴ്സ് സ്ലൈഡ് ഓവർ ഈച്ച് അതർ. ഓക്കെ, അതാണ് നമ്മുടെ ലാമിനർ ഫ്ലോയിൽ സംഭവിക്കുന്നത്. ലാമിനർ ഫ്ലോ പറയുമ്പോൾ ഫ്ലോ ചാനൽ, അതായത് ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്ന ദ്വാരം വളരെ ചെറുതായിരിക്കണം, ദ്രാവകം പതിയെ ഒഴുകണം, അതുപോലെ തന്നെ വിസ്കോസിറ്റി കുറച്ച് കൂടുതലായിരിക്കണം. ഓയിൽ ഫ്ലോ ത്രൂ എ തിൻ ട്യൂബ് ഓർ ബ്ലഡ് ഫ്ലോ ത്രൂ കാപ്പിലറീസ്, ഇതെല്ലാം ലാമിനർ ഫ്ലോയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ചീട്ട് കളിക്കുമ്പോഴേ കാർഡ്സ് ഇങ്ങനെ എറിയൂലേ, അപ്പൊ കാർഡ്സ് സ്പീഡിൽ ഇങ്ങനെ എറിയുന്നത് അവിടെയും ലാമിനർ ഫ്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സർഫസ് ടെൻഷനും അതിന്റെ ആപ്ലിക്കേഷൻസുമാണ്. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇന്ന് കൂടുതലും വിശദമാക്കിയത്. പിന്നെ വിസ്കോസിറ്റിയിൽ വരുന്ന സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, ലാമിനർ ഫ്ലോ, റെയ്നോൾഡ്സ് നമ്പർ, ഇക്കാര്യങ്ങളും പറഞ്ഞു. എല്ലാം മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ തുടരാവുന്നതാണ്. സർഫസ് ടെൻഷനും വിശദമാക്കുന്നതാണ്. മറ്റുള്ള ചാപ്റ്റേഴ്സും ഇതുപോലെ തന്നെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.